ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലോജിക്കാണ്. ലോജിക് എന്ന് പറയുന്നത് ഏതൊരു നോളജിൻ്റെ പിന്നിലെ കീനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തത് എന്നും ആ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് എനിക്ക് എന്ത് കൺക്ലൂഷനാണ് ഡ്രോ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതും ലോജിക്കിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോജിക്കിന് 3 മെയിൻ കോമ്പണൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കോമ്പണൻ്റ് എന്ന് പറയുന്നത് സിൻടാക്സ് ആണ്. നമ്മൾ ഏതൊരു ലാംഗ്വേജ് ചോദിക്കുമ്പോൾ, ലാംഗ്വേജ് എന്ന് പറയുമ്പം നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സി പ്രോഗ്രാം അങ്ങനത്തെ ലാംഗ്വേജസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം. സംതിങ് ദാറ്റ് മേക്സ് സെൻസ്, അതിനെ ഫോം ചെയ്യാനായിട്ട് ദർ വിൽ ബി എ സീക്വൻസ് ദാറ്റ് ഇസ് ടു ബി ഫോളോഡ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ എക്സാമ്പിൾ എടുത്താൽ ഇറ്റ് ഈസ് ഹോട്ട്. അപ്പം എനിക്ക് എന്തുകൊണ്ട് ഹോട്ട് ഇസ് ഇറ്റ് എന്ന് എഴുതത്തില്ല? എന്തുകൊണ്ട് ഹോട്ട് ഇസ് എന്നെനിക്ക് എഴുതത്തില്ല? ഇതൊക്കെ തെറ്റല്ലേ? ഇതല്ലേ കറക്റ്റ്? എന്തുകൊണ്ടാണ്? ദർ ഇസ് എ സെറ്റ് ഓഫ് പാറ്റേൺ ദാറ്റ് ഇസ് ടു ബി ഫോളോഡ്, ദർ ഇസ് എ സെറ്റ് ഓഫ് സീക്വൻസ് ദാറ്റ് ഇസ് ടു ബി ഫോളോഡ് ഇൻ ഓർഡർ ടു ഫോം എ സെൻറ്റൻസ്. അപ്പം ആ ഒരു ലാംഗ്വേജിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് തോന്നിയ പോലെ എഴുതാനായിട്ട് പറ്റാത്തത്. ദാറ്റ് ഇസ് കോൾഡ് സിൻടാക്സ്. ഇപ്പം ഞാനൊരു ഒരു സി പ്രോഗ്രാമിന് എനിക്ക് ഇൻറ്റ് സി എന്ന് ഞാൻ എഴുതുവാണ്. ഞാൻ എന്തിനാണ് ഈ ഒരു സെമി കോളൻ എഴുതുന്നത്? ഞാൻ എന്തുകൊണ്ടാണ് സി ഇൻറ്റീജർ എന്ന് എഴുതാൻ എനിക്ക് പറ്റാത്തത്? ഇത് എന്തുകൊണ്ടാണ് തെറ്റ്? വൈ ഇസ് ദിസ് കറക്റ്റ്? ബിക്കോസ് എവറിത്തിങ് ഇസ് ഹാവിങ് ഇറ്റ്സ് ഓൺ സിൻടാക്സ് ടു ബി ഫോളോഡ്. അപ്പം ആ ഒരു സംഭവമാണ് എന്താണ്, ഒരു ലാംഗ്വേജിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സീക്വൻസിനെയാണ് നമ്മൾ സിൻടാക്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഞാൻ റാൻഡമായിട്ട് കുറേ കാര്യങ്ങൾ സിൻടാക്സിൽ എഴുതിയിട്ട് കാര്യമുണ്ട്? ഇല്ല. അവർക്കൊരർത്ഥം വേണം, അല്ലേ? മീനിങ് വേണം. അതിനാണ് നമ്മൾ സിമാൻറ്റിക്സ് എന്നുള്ളൊരു ടേം വരുന്നത്. ബ്രിങ്ങിങ് സെൻസ് ടു എ സെൻറ്റൻസ്. അപ്പം ആ ഒരു സെൻറ്റൻസ് നമ്മൾ വായിച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും, ഓക്കെ ഫൈൻ, ഇതാണ് നമ്മളുടെ എഴുതിയ ആൾ ഉദ്ദേശിച്ചത് എന്നുള്ളത്. അതിനെയാണ് നമ്മൾ സിമാൻറ്റിക്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ് നമ്മൾ കമ്പൈലർ ഡിസൈനിൽ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഫേസസ് ആയിട്ട്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ലോജിക്കൽ ഇൻഫറൻസ്, അല്ലെങ്കിൽ ഇൻഫറൻസ് എന്ന് പറയാം. ഇൻഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് ഫാക്റ്റുകളിൽ നിന്നും കൺക്ലൂഷൻ ഡ്രോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇൻഫറൻസിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. അതിനായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള തന്നെ ആൽഗോറിതംസ് നമ്മളുടെ കയ്യിലുണ്ട്. അപ്പം ഇൻഫറൻസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. ലോജിക്കലി നമുക്ക് കൺക്ലൂഷൻസിനെ ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കണം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നോളജ് റെപ്രസെൻറ്റേഷൻ ടെക്നിക്സ് ആണ്. നോളജ് റെപ്രസെൻറ്റേഷൻ ടെക്നിക്സിനെ നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തേത് ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ, രണ്ടാമത്തേത് സിമാൻറ്റിക് നെറ്റ്വർക്ക്. സോ ആദ്യത്തേത് ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ, സിമാൻറ്റിക് നെറ്റ്വർക്ക്, അത് കഴിഞ്ഞ് പ്രൊഡക്ഷൻ റൂൾസ്, അത് കഴിഞ്ഞിട്ട് ഫ്രെയിംസ് റെപ്രസെൻറ്റേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ നോളജ് റെപ്രസെൻറ്റേഷൻ ടെക്നിക്സിലുള്ളത്. നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ നോക്കുന്നതും എംഫസൈസ് കൊടുക്കുന്നതും ലോജിക്കൽ റെപ്രസെൻറ്റേഷനിലാണ്. ഓക്കെ, സോ ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലോജിക്കൽ റെപ്രസെൻറ്റേഷനാണ്. വാട്ട് ഈസ് എ ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ? ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഒരു ലാംഗ്വേജ് ഉണ്ടാവും വിത്ത് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഇറ്റ് ഹാസ് പ്രപ്പോർഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഡീൽസ് വിത്ത് പ്രപ്പോർഷൻ. ഇവിടെ നമുക്കൊരു സാധനത്തിന് ഒറ്റ രീതിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും, ആംബിഗ്വിറ്റി പോസിബിൾ അല്ല. ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ തന്നിരിക്കുന്ന ഫാക്റ്റുകളിൽ നിന്നും കൺക്ലൂഷൻ ഡ്രോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കൺക്ലൂഷൻ ഡ്രോ ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ടാവും, അതുപോലെ തന്നെ കുറച്ച് സിൻടാക്സും സെമാൻറ്റിക്സും കാണും. ഇതിനനുസരിച്ച് നമ്മളൊരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പം സിൻടാക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് ഒരു സെൻറ്റൻസിനെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. എങ്ങനെയാണ് ആ ഒരു സിമ്പിൾസ്, ഇപ്പം സിമ്പിൾസ് യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ എഴുതേണ്ടത് എന്നുള്ളതാണ്. സെമാൻറ്റിക്സ് നമ്മൾ പറഞ്ഞു, എന്താണ് മീനിങ് അസൈൻ ചെയ്യാനായിട്ടുള്ള ഒരു സംഭവത്തിനെയാണ് നമ്മൾ സിമാൻറ്റിക്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു സെക്ഷനെ നമുക്ക് എഗെയിൻ സബ് ഡിവിഷനായിട്ട് ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ എഗെയിൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രപ്പോസിഷണൽ ലോജിക്സും പ്രെഡിക്കേറ്റ് ലോജിക്കും.